ഡിവൈഎസ്പി മധുബാബുവിനെതിരെ മുൻ SFI നേതാവിന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് ഇപ്പോൾ വിശദീകരണം തേടുകയാണ്. പത്തനംതിട്ട സ്വദേശി ജയകൃഷ്ണന്റെ ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി. കസ്റ്റഡി മർദ്ദനത്തിൽ ഡിവൈഎസ്പിക്കെതിരെ നടപടി എടുത്തില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു കോടതിയെ സമീപിച്ചത്. ബിനിലുണ്ട്. ബിനിൽ, സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ പ്രതിരോധം തീർക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുൻ SFI നേതാവിന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് പോലീസ് മർദ്ദനത്തിൽ വിശദീകരണം തേടുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രതീഷ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്പം മുമ്പാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള വിശദീകരണങ്ങൾ നമ്മൾ കേട്ടത്. അതിൽ പറഞ്ഞത് ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം നടപടിയെടുത്തിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത്. അവിടെയാണ് ഒരു SFI നേതാവ്, മുൻ SFI നേതാവിന് തനിക്ക് നേരിട്ട ക്രൂര പീഡനത്തിൽ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വരേണ്ട ഗതികേടുണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ ജയകൃഷ്ണൻ തണ്ണിത്തോടെന്ന മുൻ SFI നേതാവ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായ പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് നൽകിയത് പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്കറാണ്. ഹരിശങ്കർ ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG ആണ്. അത്തരത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടും ഡിവൈഎസ്പി മധുബാബുവിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പരാതിക്കാരൻ ആരോപിക്കുന്നത്. ആ കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ഈ മാസം 30-ന് വിശദീകരണം നൽകണമെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മധുബാബു ആണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ DYSP ആണ്. നേരത്തെ കോന്നിയിൽ CA ആയിരിക്കെയാണ് ഈ ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയുള്ളത്. ഈ ജയകൃഷ്ണന്റെ കേസിലാണെങ്കിൽ ജയകൃഷ്ണനെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ എന്ന്. അതിൽ 30ഓളം പ്രതികളുണ്ടായിട്ട് ജയകൃഷ്ണനെ മാത്രം പിടികൂടി അറസ്റ്റ് ചെയ്തു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് SP-യുടെ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിൽ കൃത്യമായും ഇതിൽ പോലീസ് മർദ്ദനം ഉണ്ടായിട്ടുണ്ട്, കസ്റ്റോഡിയൽ ടോർച്ചർ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അത് കോടതിക്കും ബോധ്യപ്പെടുകയല്ലേ? കസ്റ്റഡി മർദ്ദനം ഉണ്ടായി എന്നത് കോടതിക്കും പ്രാഥമികമായി ബോധ്യപ്പെടുകയാണോ? ഈ കേസിൽ ഇപ്പോൾ സർക്കാരിനോട് വിശദീകരണം തേടുമ്പോൾ, കേരളമാകെ ഇത്തരം പരാതികൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ദൃശ്യങ്ങൾ കാണുമ്പോൾ കോടതിക്കും പ്രാഥമികമായി ഇവിടെ കസ്റ്റഡി മർദ്ദനം ഉണ്ടായി എന്നത് തന്നെയാണ് കോടതിക്കും ബോധ്യമായത്. രതീഷ, ഇവിടെ കസ്റ്റഡി മർദ്ദനം ഉണ്ടായി എന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയാണ്. ഇത് അന്വേഷിച്ച ജില്ലാ പോലീസ് മേധാവി തന്നെ ഇവിടെ കസ്റ്റോഡിയൽ ടോർച്ചർ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഒരു റിപ്പോർട്ടായി തന്നെ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു. അത് സർക്കാരിന്റെ മുന്നിലിരിക്കുകയാണ്. പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ മർദ്ദനമേറ്റ ജയകൃഷ്ണന്റെ ആരോപണം എന്നത്. അതിൽ കോടതിക്ക് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സർക്കാർ ഇതിൽ എന്ത് ചെയ്തു എന്ന് ആരായുക എന്നതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. പ്രധാനപ്പെട്ടതാണ്.